നേരത്തേക്ക് പ്രത്യക്ഷപ്പെടുകയും അതിനുശേഷം അപ്രത്യക്ഷമാവുകയും ചെയ്യുന്ന മൂടൽമഞ്ഞാണ് നിങ്ങൾ. നിങ്ങൾ ഇങ്ങനെയാണ് പറയേണ്ടത്: കർത്താവ് മനസ്സാകുന്നെങ്കിൽ ഞങ്ങൾ ജീവിക്കുകയും യഥായുക്തം പ്രവർത്തിക്കുകയും ചെയ്യും. നിങ്ങളോ ഇപ്പോൾ വ്യർത്ഥ ഭാഷണത്താൽ ആത്മപ്രശംസ ചെയ്യുന്നു. ഇപ്രകാരമുള്ള ആത്മപ്രശംസ തിന്മയാണ്. ചെയ്യേണ്ട നന്മ എന്താണെന്നറിഞ്ഞിട്ടും അത് ചെയ്യാതിരിക്കുന്നവൻ പാപം ചെയ്യുന്നു. വയോധികയായ ഒരു സ്ത്രീ തന്റെ വീടിന് മുന്നിൽ വിൽപ്പനയ്ക്ക് എന്ന ബോർഡ് വെച്ചു. അത് കണ്ട് അയൽക്കാരായ ചെറുപ്പക്കാരികൾ അവരെ നോക്കി ചിരിക്കാൻ തുടങ്ങി. നിങ്ങളുടെ ഈ പഴകി ദ്രവിച്ച വീട് ആര് വാങ്ങിക്കാനാണ്? സൗജന്യമായി കൊടുത്താൽ പോലും ആളെ കിട്ടില്ല, അവർ പറഞ്ഞു. അവരുടെ പേര് മാർഗരറ്റ് എന്നായിരുന്നു. ടെക്സാസിന് സമീപത്തെ ഒരു ചെറിയ ഗ്രാമപ്രദേശത്തായിരുന്നു അവർ താമസിച്ചിരുന്നത്. ചെറുതും ലളിതവുമായ ആ പഴയ വീട്ടിൽ അവർ ഒറ്റയ്ക്കായിരുന്നു താമസിച്ചിരുന്നത്. വലിയ പ്രത്യേകതയൊന്നുമില്ലാതിരുന്ന ആ വീടിന്റെ മേൽക്കൂര ദ്രവിച്ചതും മതിലുകൾ പൊട്ടിയതുമായിരുന്നു. വീടിന്റെ പിന്നാമ്പുറത്ത് ഒരു ഓറഞ്ച് മരമുണ്ടായിരുന്നു. അവർക്ക് അത് വളരെയേറെ പ്രിയപ്പെട്ടതായിരുന്നു. ആ വീട്ടിലാണ് അവർ തന്റെ മകനെ വളർത്തിയത്. പിന്നാമ്പുറത്തെ ഓറഞ്ച് മരത്തിന് ചുവട്ടിൽ അവരുടെ ഭർത്താവ് അന്ത്യവിശ്രമം കൊള്ളുന്നു. ആ വീടിനുള്ളിലാണ് അവർ തന്റെ ജീവിതകാലം മുഴുവൻ ചെലവഴിച്ചത്. എന്നാൽ ഇന്ന് അവർക്കേറെ വയസ്സായിരിക്കുന്നു. ജീവിതം വളരെ ബുദ്ധിമുട്ടിലായി. പെൻഷൻ തുക ഒന്നിനും തികയുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ വീട് വിറ്റ് ആശുപത്രിക്ക് സമീപം എവിടേക്കെങ്കിലും മാറി താമസിക്കാൻ അവർ തീരുമാനിച്ചു. ആ ദിവസം രാത്രി തന്റെ റോക്കിംഗ് ചെയറിലിരുന്ന് പഴയകാല ആൽബം മറിച്ചു നോക്കിക്കൊണ്ട് അവർ തന്റെ ഭർത്താവിനോട് മാപ്പു പറഞ്ഞു. പ്രിയനെ, എന്നോട് ക്ഷമിക്കണം, എനിക്കിത് വിൽക്കാതെ വേറെ തരമില്ല. അടുത്ത ദിവസം രാവിലെ മാർഗരറ്റ് വീടിന് പിന്നാമ്പുറത്ത് നിൽക്കുമ്പോൾ അവരുടെ വീടിന് മുന്നിൽ വില കൂടിയ ഒരു കാർ വന്നു നിന്നു. അതിൽ നിന്ന് സ്യൂട്ട് ധരിച്ച ഒരു മനുഷ്യൻ പുറത്തേക്കിറങ്ങി. അയാൾ അവരുടെ അടുത്തേക്ക് വന്ന് ഇപ്പോഴും ഈ വീട് വിൽപ്പനയ്ക്കുണ്ടോ എന്ന് അന്വേഷിച്ചു. എന്നാൽ വലിയ ആഡംബരമൊന്നുമില്ലാത്ത ഒരു സാധാരണ വീടാണ് തന്റേതെന്ന് അവർ മറുപടി പറഞ്ഞു. അയാൾ പറഞ്ഞു, എനിക്ക് ആഡംബരം പ്രധാനമല്ല. റെയ്മണ്ട് എന്നയാൾ ഈ വീട്ടിലല്ലേ താമസിച്ചിരുന്നത്? അവർ ചോദിച്ചു, എന്റെ ഭർത്താവിനെ നിങ്ങൾക്ക് എങ്ങനെ അറിയാം? അയാളുടെ മറുപടി ഇങ്ങനെയായിരുന്നു: എന്റെ ജീവിതം രക്ഷിച്ച ആളാണ് റെയ്മണ്ട്. ബാല്യത്തിൽ അനാഥനായി തെരുവിൽ അലഞ്ഞു തിരിഞ്ഞ വ്യക്തിയാണ് ഞാൻ. റെയ്മണ്ട് ആണ് തന്നെ തെരുവിൽ നിന്ന് കണ്ടെത്തി വായിക്കാൻ പഠിപ്പിച്ചു, ആഹാരം തന്നു, പിന്നീട് സ്കൂളിൽ അയച്ചു. തന്റെ പഠന കാലയളവിൽ വിദ്യാഭ്യാസ ചെലവ് വഹിച്ചതും എല്ലാവർക്കും ജീവിതത്തിൽ രണ്ടാമതൊരവസരം വേണം എന്ന് പറഞ്ഞു പഠിപ്പിച്ചതും റെയ്മണ്ട് ആണ് എന്ന് അയാൾ ഓർത്തു. താൻ ഈ വീട് വാങ്ങുകയാണെന്നും എന്നാൽ മാർഗരറ്റ് ഒരിക്കലും അവിടെ നിന്ന് താമസം മാറേണ്ടതില്ലെന്നും അയാൾ പറഞ്ഞു. റെയ്മണ്ടിന്റെ ഓർമ്മകളുള്ള പരിശുദ്ധമായ ഈ വീട്ടിൽ നിങ്ങൾ ജീവിതാവസാനം വരെ കഴിയണമെന്നും അയാൾ പറഞ്ഞു. ഇതെല്ലാം കേട്ട മാർഗരറ്റ് കരയാൻ തുടങ്ങി. അവരെ പരിഹസിച്ച അയൽക്കാരൊക്കെ അതിശയത്തോടെ അത് നോക്കി നിന്നു. കാർലോസ് എന്നായിരുന്നു ആ വ്യക്തിയുടെ പേര്. ആ പ്രദേശത്തെ ഏറ്റവും വലിയ ധനികരിൽ ഒരാളായിരുന്നു ആ വ്യക്തി. എന്നാൽ പണത്തിനപ്പുറം വലിയ നന്മയുള്ള മനുഷ്യനായിരുന്നു കാർലോസ്. തൊട്ടടുത്ത ആഴ്ച അയാൾ ആ വീട് നവീകരിച്ചു. എന്നാൽ ഓറഞ്ച് മരത്തിനെയോ മതിലിലെ ഫോട്ടോകളെയോ റോക്കിംഗ് ചെയറിനെയോ നല്ല ചിന്ത. യുവാവ് ആശ്രമാധിപനോട് പറഞ്ഞു, എനിക്കും യോഗിയാകണമെന്നുണ്ട്. പക്ഷെ അതിനുതകുന്ന പാഠങ്ങളൊന്നും പഠിച്ചിട്ടില്ല. ആകെ അറിയുന്നത് ചെസ്സ് കളിക്കാനാണ്. അത് ജ്ഞാനത്തിലേക്ക് നയിക്കില്ലെന്നറിയാം. മത്സരങ്ങൾ പാപങ്ങളിലേക്ക് നയിക്കുന്നുവെന്നും കേട്ടിട്ടുണ്ട്. ഗുരു ശിഷ്യരെ വിളിച്ചു പറഞ്ഞു, ഒരു ചെസ് ബോർഡ് കൊണ്ടുവരിക. അയാളുമായി ആർക്കും മത്സരിക്കാം. തോൽക്കുന്നയാൾ പിന്നെ ആശ്രമത്തിലുണ്ടാവില്ല. വെല്ലുവിളി ഏറ്റെടുത്ത ശിഷ്യനുമായി യുവാവ് മത്സരം ആരംഭിച്ചു. വേഗം തനിക്ക് ജയിക്കാനാകുമെന്ന് യുവാവിന് മനസ്സിലായി. അപ്പോഴാണ് അയാൾ എതിരാളിയുടെ കണ്ണിലേക്ക് നോക്കിയത്. ആ മുഖത്തെ നിസ്സഹായത കണ്ട യുവാവ് സ്വയം തോറ്റുകൊടുക്കാൻ തുടങ്ങി. എല്ലാം കണ്ടുനിന്ന ഗുരു ചെസ് ബോർഡ് മറിച്ചു കളഞ്ഞിട്ട് യുവാവിനോട് പറഞ്ഞു, നിനക്ക് മത്സരവീര്യം മാത്രമല്ല മനസ്കതയുമുണ്ട്. ആശ്രമത്തിലേക്ക് സ്വാഗതം. തോറ്റുകൊടുത്താൽ മാത്രം ജയിക്കുന്ന ചില മത്സരങ്ങളുണ്ട്. ജീവിതത്തിൽ കിരീടങ്ങൾക്കോ വെന്നിക്കൊടികൾക്കോ യാതൊരു പ്രാധാന്യവുമില്ലാത്ത കളികളാണവ.
മത്സരക്ഷമതയുണ്ടായിട്ടും പിൻവാങ്ങുന്ന മത്സരാർത്ഥികൾ മുന്നോട്ട് വയ്ക്കുന്ന ചില സത്യങ്ങളുണ്ട്. ജയിക്കാൻ വേണ്ടി മാത്രം ജനിച്ചു എന്ന് അവകാശപ്പെടുന്ന പലരുടെയും ജീവിതം പരാജയമാണ്. കീർത്തിമുദ്രകളൊന്നും നേടാത്ത പലരും പിന്നീട് മാർഗദർശികളാകും. തോൽവിയും ജയവും മത്സരത്തിൻ്റെ പരിണത ഫലം മാത്രമല്ല, പങ്കെടുക്കുന്നവരുടെ മാനസിക നില കൂടിയാണ്. 2ാം സ്ഥാനം നേടിയിട്ടും 1ാം സ്ഥാനക്കാരനെ നോക്കി അസൂയപ്പെടുന്നവന് ഒരിക്കലെങ്കിലും വിജയനിമിഷങ്ങൾ ഉണ്ടാകുമോ? അവസാന സ്ഥാനത്തെത്തുമ്പോഴും തന്നിലെ മത്സരശേഷിയെക്കുറിച്ച് അഭിമാനിക്കുന്നവന് മെഡലുകളേക്കാൾ വലുതാണ് ജീവിത പാഠങ്ങൾ. ജയിക്കുമെന്ന് ഉറപ്പുള്ള ഒരു മത്സരം തോറ്റുകൊടുക്കണം. അപ്പോൾ തോൽക്കുമെന്ന് ഉറപ്പിച്ച ഒരാൾ ജയിച്ചു കയറും. യഥാർത്ഥ മൂല്യം ഇരിക്കുന്നത് പദവിയിലല്ല, പ്രായോഗികതയിലാണ്. ഒരിക്കൽ പശു നായയെ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ വീട്ടുകാർക്ക് പാലും വളവും നൽകുന്നു, നീ വെറുതെ കുരച്ചുകൊണ്ട് നടക്കുകയല്ലേ ചെയ്യുന്നത്, നിന്നെ കൊണ്ട് എന്തു ഗുണം? പാവം നായ ഇത് കേട്ട് സങ്കടപ്പെട്ടിരുന്നു. എന്നാൽ രാത്രിയിൽ വീട്ടിൽ കള്ളൻ കയറിയപ്പോൾ പശു പേടിച്ച് ഒച്ചയുണ്ടാക്കാൻ പോലും മറന്നുപോയി. അന്ന് നായ തന്റെ ജീവൻ പോലും പണയപ്പെടുത്തി കുരച്ച് ഒച്ചയുണ്ടാക്കി വീട്ടുകാരെ ഉണർത്തുകയും കള്ളനെ തുരത്തുകയും ചെയ്തു. നേരം വെളുത്തപ്പോൾ പശുവിന് കാര്യം മനസ്സിലായി. ഒന്നും ഒരുപോലെയല്ല, എല്ലാം വ്യത്യസ്തമാണ്. ഒരാൾക്ക് ഒരിക്കലും മറ്റൊരാളാകാൻ കഴിയില്ല. പശുവിന് കാവൽ നിൽക്കാനോ നായയ്ക്ക് പാൽ നൽകാനോ കഴിയില്ല. അത് അവരുടെ കുറവല്ല, മറിച്ച് ഓരോരുത്തരുടെയും പ്രത്യേകതയാണ്. ഒന്നിനേക്കാൾ വലുതല്ല മറ്റൊന്ന്. ഏതാണ് നല്ലത് എന്ന ചോദ്യത്തിന് ഉത്തരമില്ല. കാരണം സാഹചര്യങ്ങളാണ് ഓരോന്നിന്റെയും നന്മ നിശ്ചയിക്കുന്നത്. ചിലതു വലുതാണ്, ചിലതു ചെറുതാണ്. ഇരുണ്ടതുമുണ്ട്, തെളിഞ്ഞതുമുണ്ട്. കഠിനമായതും മൃദുവായതുമുണ്ട്. ചിലതിന് സൗന്ദര്യമുണ്ട്, മറ്റു ചിലതിന് സമ്പത്തുണ്ട്. ഉയർന്ന സ്ഥാനമാനങ്ങൾ വഹിക്കുന്നവരുമുണ്ട്, ചെറുകിട ജോലികൾ ചെയ്യുന്നവരുമുണ്ട്. ഏതാണ് നല്ലത് എന്ന ചോദ്യത്തിന് ഉത്തരമില്ല. സാഹചര്യങ്ങൾക്കും കാലത്തിനും അനുസരിച്ചാണ് ഓരോന്നിന്റെയും നന്മ നിശ്ചയിക്കുന്നത്. വേനലിൽ ഉപകരിക്കുന്നവയല്ല ശൈത്യകാലത്ത് ഉപകരിക്കുന്നത്. നീളമുള്ളതാണ് ആവശ്യമെങ്കിൽ ചെറുതിനോട് കൂട്ടിച്ചേർക്കേണ്ടി വരും. ചെറുതാണ് വേണ്ടതെങ്കിൽ നീളമുള്ളവ വെട്ടിമുറിക്കേണ്ടി വരും. എരിവിന് പകരം മധുരമോ ഉപ്പിന് പകരം പുളിയോ ഉപകരിക്കില്ല. മറ്റൊന്നിനു പകരമായി ഉപയോഗിക്കാനാവില്ല എന്നത് ഒരു കുറവായി കാണാനാകുമോ? പലതരം കഴിവുകളും സ്വഭാവ രീതികളുമുള്ള ആളുകളുമുണ്ട്. അതുകൊണ്ടാണ് ഓരോരുത്തരുമായുള്ള ബന്ധവും ഓരോ അനുഭവങ്ങൾ സമ്മാനിക്കുന്നത്. ഒന്നും തികഞ്ഞവരായി ആരുമില്ലാത്തത് കൊണ്ടാണ് ഓരോ ബന്ധത്തിലും പരിപൂർണത കൈവരാത്തത്. എല്ലാവരിലെയും ഏറ്റവും മികച്ചതിനെ കണ്ടെത്തി ആദ്യം ഏതൊരു ബന്ധത്തിൽ ഒരു കാട്ടിൽ ഒരു ആനയും ഒരു നായയും ഉണ്ടായിരുന്നു. അവർ നല്ല സുഹൃത്തുക്കളായിരുന്നു. അവർ പലപ്പോഴും ഒരുമിച്ചിരുന്ന് അവരുടെ സ്വപ്നങ്ങളും കഥകളും പങ്കിടുമായിരുന്നു. അവർ അതിൽ അതിയായി സന്തോഷിച്ചു. ഒരു ദിവസം ഇരുവരും ഒരേ സമയം ഗർഭിണികളാണെന്ന് തിരിച്ചറിഞ്ഞു. അവർ അതിൽ ഒരുപാട് സന്തോഷിച്ചു. പുതിയ ജീവനുകളെ വരവേൽക്കാൻ പരസ്പരം പിന്തുണയ്ക്കാമെന്ന് അവർ വാഗ്ദാനം ചെയ്തു. 3 മാസം കഴിഞ്ഞപ്പോൾ നായ 6 മനോഹരമായ കുട്ടികളെ പ്രസവിച്ചു. അവൾക്കതിൽ അതീവ സന്തോഷവും അഭിമാനവും ഉണ്ടായി. ആന അവളെ പുഞ്ചിരിയോടുകൂടി അഭിനന്ദിച്ചു. 6 മാസം കഴിഞ്ഞപ്പോൾ നായ വീണ്ടും ഗർഭിണിയായി. വീണ്ടും 6 കുഞ്ഞുങ്ങൾ ജനിച്ചു. ഇപ്പോൾ അവൾക്ക് 12 കുട്ടികളായി. പക്ഷേ ആനയുടെ വയറ് വലുതായിരുന്നെങ്കിലും പ്രസവത്തിന്റെ യാതൊരു ലക്ഷണവും കാണാനുണ്ടായിരുന്നില്ല. 18 മാസങ്ങൾ കഴിഞ്ഞപ്പോൾ നായകന്റെ 3ാമത്തെ പ്രസവവും പൂർത്തീകരിച്ചു. അവൾ അല്പം ആശങ്കയോടുകൂടി ആനയോട് ചോദിച്ചു, നിനക്കെല്ലാം സുഖമാണോ? നമ്മൾ ഒരേ ദിവസം ഗർഭിണികളായതല്ലേ? എനിക്കിതിനകം 18 കുട്ടികളായി. പക്ഷേ നീ ഇനിയും പ്രസവിച്ചിട്ടില്ല. എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എല്ലാം ശരിയാണോ? ആന ആഴത്തിൽ ശ്വാസം എടുത്ത് സുഹൃത്തിനെ സ്നേഹത്തോട് നോക്കി പറഞ്ഞു, എന്റെ പ്രിയ സുഹൃത്തെ, നീ ഒരു കാര്യം മനസ്സിലാക്കണം. ഞാൻ ചുമക്കുന്നത് വെറുമൊരു നായക്കുട്ടിയല്ല, ആനയാണ്. ഞാൻ 2 വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് പ്രസവിക്കുന്നത്. പക്ഷേ എന്റെ കുഞ്ഞ് ഭൂമിയിൽ കാലുകുത്തുന്ന നിമിഷം ഈ ഭൂമി തന്നെ അത് അനുഭവിക്കും. എന്റെ കുഞ്ഞു വഴിയിലൂടെ നടക്കുമ്പോൾ മറ്റുള്ളവർ വഴിമാറും. അവനെ അത്ഭുതത്തോടു കൂടി നോക്കും. ഞാൻ ചുമക്കുന്നത് ശ്രദ്ധ നേടുന്ന ഒന്നിനെയാണ്.
ഞാൻ ചുമക്കുന്നത് ശക്തമായ ഒന്നിനെയാണ്, ഞാൻ ചുമക്കുന്നത് മഹത്തായ ഒന്നിനെയാണ്. അത് കേട്ടപ്പോൾ നായയ്ക്ക് തന്റെ സംശയം മാറി. വേഗത്തിൽ നടക്കുന്നത് മാത്രമല്ല വിജയമെന്നും മന്ദഗതിയിലുള്ള യാത്ര പരാജയമല്ലെന്നും അവനെന്ന് ബോധ്യമായി. നിന്റെ യാത്രയെ മറ്റുള്ളവരുടെ യാത്രയുമായി താരതമ്യം ചെയ്യരുത്. ചിലപ്പോഴൊക്കെ നമ്മുടെ ചുറ്റിനുമുള്ളവർ നമ്മളെക്കാൾ മുന്നിലെത്തിയതുപോലെ തോന്നാം. അവർക്ക് ജോലി കിട്ടിയിരിക്കാം, അവർ വിവാഹം കഴിച്ചിരിക്കാം, അവർ വലിയ വിജയം നേടിയിരിക്കാം. നിനക്ക് മാത്രം ഒന്നും നേടാനായില്ലെന്ന് തോന്നിയെന്നും വരാം. പക്ഷേ ഒരിക്കലും നിരാശരാകരുത്. മറ്റുള്ളവർ വേഗത്തിൽ മുന്നേറുന്നത് കണ്ടിട്ട് ഒരിക്കലും വിശ്വാസം നഷ്ടപ്പെടുത്തരുത്. നിന്റെ ഗർഭകാലം നീളുന്നത് നീ ഈ ലോകത്തിലേക്ക് കൊണ്ടുവരാൻ പോകുന്നത് വലിയ കാര്യമായതുകൊണ്ടാണ്. നിന്റെ സമയം വരുമ്പോൾ ലോകം മുഴുവൻ നിന്നെ ശ്രദ്ധിക്കും. വലിയ കാര്യങ്ങൾ സംഭവിക്കാൻ സമയമെടുക്കും. നിന്റെ മഹത്വത്തോട് ക്ഷമയുണ്ടാവണം. ദൈവം നിന്നെ ഇത്ര ദൂരം എത്തിച്ചത് പരാജയപ്പെടുത്താനല്ല. എല്ലാവർക്കും ശുഭദിനം. താങ്ക് യു സോ മച്ച്. ഹലോയിൽ ഒരു നരകമുണ്ട്, ഹെൽ. ഗുഡ് ബൈയിൽ ഗുഡ് ബൈ ഒരു നന്മയുണ്ട്. വിശ്വാസത്തിൽ ബിലീവ് ഒരു കള്ളമുണ്ട്. പ്രണയിതാക്കളിൽ ലവേഴ്സ് ഒരു അവസാനമുണ്ട്, ഓവർ. സുഹൃത്തിൽ ഫ്രണ്ട് ഒരു അന്ത്യമുണ്ട്, എൻ്റെ. ജീവിതത്തിൽ ലൈഫ് ഒരു പ്രതീക്ഷയുണ്ട്, ഈഫ്. അതുപോലെ അസാധ്യമായതിൽ ഇമ്പോസിബിൾ സാധ്യമായതുമുണ്ട്. കനത്ത മഴയിലും മൃഗരാജന്റെ സദ്യയിൽ പങ്കെടുക്കാൻ മൃഗങ്ങളെല്ലാം രാജസന്നിധിയിലേക്ക് എത്തിക്കൊണ്ടിരുന്നു. സദ്യയുടെ ദേഹണ്ണക്കാരിൽ പ്രധാനികളായിരുന്നു കുരങ്ങൻ കൂട്ടം. കരിങ്കുരങ്ങ് തന്റെ മകനെ സദ്യ വിളമ്പാനായി നേരത്തെ തന്നെ അങ്ങോട്ട് അയച്ചിരുന്നു. എന്നാൽ മഴ കനത്തപ്പോൾ മകന് നൽകാനായി കരുതി വച്ചിരുന്ന മഴക്കോട്ട് മറന്നുപോയതിൽ ആശങ്കാകുലനായി. അപ്പോഴാണ് ആ വഴിയിൽ സദ്യയിൽ പങ്കെടുക്കുന്നതിനായി വേഗത്തിൽ ഓടിപ്പോകുന്ന പുള്ളിമാനിനെ കരിങ്കുരങ്ങ് കാണാനിടയായത്. തന്റെ കയ്യിലുള്ള മഴക്കോട്ട് നീട്ടിക്കൊണ്ട് കരിങ്കുരങ്ങ് ചോദിച്ചു, സുഹൃത്തെ, ഈ കോട്ട് എന്റെ മകനെ ഒന്ന് എത്തിച്ചു കൊടുക്കാമോ? പാവം, അവൻ അവിടെ മഴ നനഞ്ഞു കുതിർന്നു നിൽക്കുന്നുണ്ടാവും. പുള്ളിമാൻ ചോദിച്ചു, ശരി, അവിടെ ധാരാളം മൃഗങ്ങളും കുരങ്ങൻ കൂട്ടവും ഉണ്ടല്ലോ, നിന്റെ മകനെ ഞാൻ എങ്ങനെ തിരിച്ചറിയും? കരിങ്കുരങ്ങ് അഭിമാനത്തോടെ പറഞ്ഞു, അതൊരു പ്രയാസമുള്ള കാര്യമല്ല. അവിടെയുള്ളവരിൽ വെച്ച് ഏറ്റവും സുന്ദരനും ആരെയും ആകർഷിക്കുന്ന ആകാര സൗകുമാര്യമുള്ളവനും തിളക്കമുള്ള കണ്ണുള്ളവനുമായിരിക്കും. കണ്ടാൽ എന്നെ പോലെ തന്നെ ഇരിക്കും. പുള്ളിമാൻ സംശയത്തോടെ ചോദിച്ചു, നീ ഉദ്ദേശിച്ചത് ആ പുള്ളിപ്പുലിയെയോ അതോ പഞ്ചവർണ്ണ തത്തയെയോ ആണോ? കരിങ്കുരങ്ങ് പരിഹാസത്തോടെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഏയ്, ആ ക്രൂരനായ പുള്ളിപ്പുലിയെയോ വെറും പറവയായ തത്തയെ പോലെ അല്ല എന്റെ മകൻ. അവൻ അതിവിശിഷ്ടനാണ്. എന്റെ മകനെ കണ്ടാൽ ആർക്കും മനസ്സിലാകും, അവൻ മറ്റുള്ളവരെ പോലെയല്ല. പുള്ളിമാൻ മഴക്കോട്ടുമായി ഓടി. അവിടെ എത്തിയപ്പോൾ കരിങ്കുരങ്ങിന്റെ മകൻ മറ്റു കുരങ്ങന്മാരെ പോലെ സാധാരണയായി ജോലി ചെയ്യുന്നത് അവൻ കണ്ടു. പുള്ളിമാന് കുറ്റബോധം തോന്നി. കുരങ്ങന്റെ കുഞ്ഞ് കുരങ്ങ് തന്നെ ആയിരിക്കുമല്ലോ. തന്റേതെല്ലാം വിശിഷ്ടവും അപരന്റേതെല്ലാം വിരൂപവും എന്ന പൊതുബോധത്തിന് അടിമകളാണ് മിക്കവരും. ഓരോരുത്തരും സ്വന്തം പോരായ്മകൾ മറച്ചുവെക്കാൻ മറ്റുള്ളവരെ താഴ്ത്തിക്കെട്ടുകയും തന്റേതാണ് ഏറ്റവും മികച്ചതെന്ന് വീമ്പിളക്കുകയും ചെയ്യുന്നതിന്റെ ഉദാഹരണമാണ് കരിങ്കുരങ്ങ്. മറ്റുള്ളവരെക്കാൾ താൻ മികച്ചവനാണെന്ന് ഉറക്കെ വിളിച്ചു പറയുന്നവരുടെ ഉള്ളിൽ യഥാർത്ഥത്തിൽ അപകർഷതാബോധം ഒളിഞ്ഞുകിടപ്പുണ്ടാകും. അത് മറികടക്കാനാണ് അവർ ആത്മപ്രശംസ നടത്തുന്നത്. സ്വന്തം മകനോ സ്വന്തം വർഗമോ ആണ് ഏറ്റവും ശ്രേഷ്ഠമെന്ന് കരുതുന്ന പൊതുബോധം പലപ്പോഴും നമ്മെ മറ്റുള്ളവരുടെ ഗുണങ്ങൾ കാണുന്നതിൽ നിന്ന് തടയുന്നു. നാം നമ്മെക്കുറിച്ച് എന്തു പറയുന്നു എന്നതിനേക്കാൾ നമ്മുടെ സ്വഭാവവും പെരുമാറ്റവും എങ്ങനെയാണെന്നത് ആണ് ലോകം ശ്രദ്ധിക്കുക. വിനയമുള്ളവന് അത് വിളിച്ചു പറയേണ്ടി വരില്ല. കൂടെയുള്ളവരുടെ ഒരു വിശേഷണ ഗുണമെങ്കിലും കണ്ടുപിടിക്കാനും അത് പ്രചരിപ്പിക്കാനും നമുക്ക് കഴിഞ്ഞാൽ ആർക്കും സ്വന്തം ഒരു രാജാവ് ഒരിക്കൽ ഒരാഗ്രഹം പ്രകടിപ്പിച്ചു. തന്റെ കൊട്ടാരത്തിൽ ഒത്തിരിയേറെ ബുദ്ധിമാന്മാരുണ്ട്, എന്നാലും എല്ലാവരുടെയും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഗുഡ് നൈറ്റ്.